ഹലോ ഗൈസ്, ഉത്സവത്തിന്റെ തലേന്ന് രാത്രി ഞാനും ഏട്ടനും കൂടെ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. തലേന്നാണെങ്കിൽ പോലും പ്രതീക്ഷിച്ചതിലും നല്ല തിരക്കുണ്ടായിരുന്നു. ദീപാവലി ഒക്കെ ആയതുകൊണ്ട് ലീവല്ലേ എല്ലാവരും അങ്ങനെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഇതെന്റെ ഫ്രണ്ടാണ് കേട്ടോ, ഗായത്രി. അപ്രതീക്ഷിതമായിട്ട് അവളെ കാണാൻ പറ്റി. ഇതിൽ മെയിൻ ആയിട്ട് ഞങ്ങൾ കഴിച്ചത് എന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഈ കോളിഫ്ലവർ പൊരിച്ചതാണ് കേട്ടോ. ഉത്സവപ്പറമ്പിലൊക്കെ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ പൊരിച്ചതിന് എങ്ങനെ ഇത്ര ടേസ്റ്റ് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അതും കഴിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ബാംഗ്ലൂര് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണിത്. ഗുൽബഡോ അങ്ങനെ എന്താണ്ടോ ആണ് ഇതിന്റെ പേര്. ശരിക്കും അറിയാവുന്നവരൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. കിഡിലും ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ കസിനാണ് കേട്ടോ, ചേച്ചിയെ കാണാൻ പറ്റി. സൺഡേസിൽ ചാലിയം പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങി കഴിക്കുന്ന ഒന്നാണ് ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ്. അങ്ങനെ അത് അവിടെ കണ്ടപ്പോൾ അത് മേടിച്ച് കഴിച്ചിട്ടോ. എന്റെ പൊന്നു കിഡിൽ തന്നെ ആയിരുന്നു. മധുരമുള്ളത് ഇങ്ങനെ അടിച്ച് കയറ്റിയപ്പം പിന്നെ എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അങ്ങനെ പോയി മുളക് ബജി വാങ്ങിച്ചു. അവർ തരുന്ന ആ സോസ് കൂട്ടി കഴിക്കാൻ പൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് സ്റ്റാൾസ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കയറിയപ്പം ഏട്ടൻ ഫ്ലിപ്കാർട്ടിൽ കാട്ടിലിട്ട് വെച്ചൊരു ബുക്ക് അവിടെ കണ്ടു. എടുക്കണ വേണ്ടോ എന്നുള്ള ഡൗട്ടിൽ നിന്നെങ്കിലും പിന്നെ എടുക്കാതെ അങ്ങ് പോകുന്നു. റോഡിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് റോഡ് സൈഡിലായിട്ട് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ആരുടെ ശല്യമില്ലാണ്ട് ഇരുന്ന് കഴിക്കുകയാണ്. പോയി നോക്കിയപ്പോഴെന്താണ്, മസാല ദോശയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുന്ന് കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും വയർ ഏകദേശം ഫുൾ ആയതുകൊണ്ട് കഴിക്കാൻ നിന്നില്ല. അപ്പോഴേക്കും മഴയും പെയ്തു. ഞങ്ങൾ വീട്ടിൽ പോട്ടെ, ടാറ്റാ.